ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പാനിഷ് നാവികൻ 1492-ൽ കടൽമാർഗം യാത്ര ചെയ്ത് അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ചു. അതിനാലാണ് അവരെ ഇന്ത്യൻസ് എന്നും പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്നും വിളിച്ചത്. എന്നാൽ അവർ അമേരിക്കയുടെ യഥാർത്ഥ ആദിവാസികളായിരുന്നു. കാലം കടന്നപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്കയിലേക്ക് എത്തിത്തുടങ്ങി. പ്രത്യേകിച്ച് ബ്രിട്ടനിൽ മതപീഡനം ശക്തമായിരുന്ന 17 നൂറ്റാണ്ടിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില തീർത്ഥാടക പുരോഹിതന്മാർ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 1620-ൽ അവർ എത്തി പ്ലൈമൌത്ത് എന്ന സ്ഥലത്ത് ഒരു കോളനി സ്ഥാപിച്ചു. ഇതാണ് അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികളുടെ തുടക്കം. പിന്നീട് ബ്രിട്ടൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഒന്നിന് പിന്നാലെ ഒന്നായി കോളനികൾ സ്ഥാപിച്ചു. ഇങ്ങനെ ആകെ 13 ബ്രിട്ടീഷ് കോളനികൾ രൂപപ്പെട്ടു. തുടക്കത്തിൽ കോളനികളും ബ്രിട്ടനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂറോപ്പിൽ നടന്ന ഇംഗ്ലണ്ട് ഫ്രാൻസ് യുദ്ധം ഈ ബന്ധം മാറ്റിമറിച്ചു. 1756 മുതൽ 1763 വരെ നീണ്ട ഈ യുദ്ധം ബ്രിട്ടനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. യുദ്ധച്ചെലവ് തീർക്കാൻ ബ്രിട്ടൻ അമേരിക്കൻ കോളനികളിൽ കനത്ത നികുതികൾ ഏർപ്പെടുത്തി. സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട്, ചായ നികുതി തുടങ്ങിയ നിയമങ്ങൾ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി. എന്നാൽ ഈ നികുതികൾ ഏർപ്പെടുത്തുമ്പോൾ കോളനിക്കാർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രതിനിധിയും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ ശക്തമായി പ്രതിഷേധിച്ചു. അവരുടെ മുദ്രാവാക്യം ആയിരുന്നു നോ ടാക്സേഷൻ വിതൗട്ട് റിപ്രസെന്റേഷൻ, പ്രതിനിധിത്വമില്ലാതെ നികുതി വേണ്ട. 1773-ൽ ബോസ്റ്റണിൽ നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം ഈ പ്രതിഷേധത്തിന്റെ ഉച്ചകോടിയായി. ബ്രിട്ടീഷ് ചായക്കപ്പലുകളിൽ നിന്നുള്ള ചായപ്പെട്ടികൾ കടലിലേക്കെറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ബ്രിട്ടനെ തുറന്നു വെല്ലുവിളിച്ചു. ഇതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. കോളനികളുടെ നേതാക്കൾ ഒന്നിച്ചു ചേർന്ന് കോണ്ടിനെന്റൽ കോൺഗ്രസ് രൂപീകരിച്ചു. 1774-ൽ ആദ്യ കോൺഗ്രസ് ചേർന്നു. 1775-ൽ രണ്ടാം കോൺഗ്രസ് ചേർന്ന് ബ്രിട്ടനോട് എതിർത്ത് ആയുധപോരാട്ടത്തിന് തീരുമാനമെടുത്തു. ഇതോടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം ആരംഭിച്ചത്. കോളനികളുടെ സൈന്യത്തിന്റെ നേതാവായി ജോർജ് വാഷിംഗ്ടനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സാധാരണ ജനങ്ങൾ ബ്രിട്ടന്റെ ശക്തമായ സൈന്യത്തെ നേരിട്ടു. 1776 ജൂലൈ 4-ന് കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എല്ലാ മനുഷ്യരും സ്വതന്ത്രരും സമാന അവകാശങ്ങളുള്ളവരുമാണ് എന്ന ആശയമാണ് ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം. തോമസ് ജെഫേഴ്സൺ ആണ് ഈ പ്രഖ്യാപനത്തിന്റെ പ്രധാന രചയിതാവ്. യുദ്ധം വർഷങ്ങളോളം നീണ്ടു. ബ്രിട്ടൻ ശക്തമായിരുന്നെങ്കിലും ഫ്രാൻസ് അമേരിക്കയെ സഹായിച്ചതോടെ യുദ്ധത്തിന്റെ ദിശ മാറി. ഒടുവിൽ 1781 യോർക്ക് ടൗൺ യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടു. ഇതോടെ അമേരിക്ക സ്വാതന്ത്ര്യം നേടിയതായി ലോകം അംഗീകരിച്ചു. സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന ചർച്ച ആരംഭിച്ചു. 1787-ൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി. ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഉറച്ച അടിത്തറ ഈ ഭരണഘടന നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ അനീതിക്കും പീഡനത്തിനുമെതിരെ ഐക്യത്തോടെ നിന്ന സാധാരണ ജനങ്ങളുടെ പോരാട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. അത് ലോകത്തിന് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശക്തമായ സന്ദേശമായി മാറി.